മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിന്റെ ചെലവ് മുഴുവൻ വഹിക്കാമെന്ന് കേരളം. മുല്ലപ്പെരിയാറിൽ പുതുതായി നിർമ്മിക്കുന്ന അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാമെന്ന് കേരളം ഉറപ്പു നൽകുന്നതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അണക്കെട്ടിന്റെ നിർമ്മാണ ചെലവ് കേരളം വഹിക്കും. അണക്കെട്ടിന്റെ മാതൃക, നിർമ്മാണം, സ്ഥാനം എന്നിവ തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അതേസമയം നിലവിലെ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന ആവശ്യത്തിൽ തമിഴ്നാട് ഉറച്ചുനിന്നു. പുതിയ അണക്കെട്ട് ആവശ്യമില്ല, കേരളം ഇക്കാര്യങ്ങൾ എപ്പോഴും പറയുന്നതാണ്. അണക്കെട്ടിന് പ്രശ്നമില്ലെന്ന് ഉന്നതാധികാര സമിതി ചൂണ്ടിക്കാട്ടിയതാണെന്നും തമിഴ്നാട് മന്ത്രി സി.ടി. നിർമ്മൽ കുമാർ പറഞ്ഞു. അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടി ആക്കണമെന്നാണ് തമിഴ്നാടിന്റെ നിലപാട്. ചില ഘട്ടങ്ങളിൽ 142 അടി വരെ ജലനിരപ്പ് ഉയർത്താറുണ്ട്. തലശ്ശേരി, മൈസൂർ, നിലമ്പൂർ, നഞ്ചൻകോട് റെയിൽപാതകളുടെ പ്രാധാന്യവും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. കേരളം പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ചെലവ് വർദ്ധിക്കാതെ അലൈൻമെന്റും വിശദമായ പദ്ധതി റിപ്പോർട്ടും അന്തിമമാക്കുന്നതിന് കർണാടക സർക്കാരിന്റെയും റെയിൽവേ മന്ത്രാലയത്തിന്റെയും സഹകരണം മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തെ കർണാടകവുമായും തമിഴ്നാടുമായും ബന്ധിപ്പിക്കുന്ന വനപാതകളിലെ രാത്രികാല യാത്രാ നിരോധന വിഷയവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നിയന്ത്രണങ്ങൾ യാത്രക്കാർക്കും വ്യാപാര മേഖലയ്ക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൂർണ്ണമായ നിരോധനം പലപ്പോഴും ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഉണ്ടാകുന്നത്. സന്ധ്യാസമയത്തും പുലർച്ചെയുമാണ് മൃഗങ്ങളുടെ സഞ്ചാരം കൂടുതൽ നടക്കുന്നത്. അതിനാൽ പൂർണ്ണ നിരോധനത്തിന് പകരം ശാസ്ത്രീയമായി നിർണയിച്ച സമയങ്ങളിൽ നിയന്ത്രിത വാഹന സഞ്ചാരം അനുവദിക്കുന്നത് പരിഗണിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ ആകെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ തന്നെ സ്ത്രീകൾക്ക് 1/3 സംവരണം നൽകണമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു.